ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുഞ്ഞിന് ഇന്ന് ആദ്യമായിട്ട് കൊടുത്ത കുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞിന് 6 മാസമായി. ഇന്നലെ കൊണ്ട് 6 മാസമായി. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. കണ്ണങ്കായാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മഴയൊക്കെ ആയത് കാരണം കായൊന്നും മേടിച്ചുണങ്ങാൻ പറ്റിയില്ല. അപ്പം ഓർഗാനിക്കായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടി. പിള്ളേർക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. 250 ഗ്രാമിന് 320 ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് ഞാൻ പനങ്കൽക്കണ്ടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ കുഞ്ഞിനായിട്ട് കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആദ്യം കുറുക്ക് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം, പിന്നെ അതിൻ്റെ ഒരു അടപ്പ്, പിന്നെ 2 സ്പൂണാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ സ്പൂണ് വാങ്ങിക്കുമ്പോഴത്തേനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരുപാട് ഷാർപ്പായിട്ടുള്ളതൊന്നും വാങ്ങിക്കരുത്. എനിക്ക് അല്പം വലുതാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും ചെറുത് വാങ്ങണം. 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളം കൊടുക്കാനും ഒന്ന് കുറുക്ക് കൊടുക്കാനും. പിന്നെ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് സസ്പാനത്തോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 ടീസ്പൂൺ എടുക്കുന്നു. നിറച്ചല്ലെങ്കിലും 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പക്ഷേ 1 ടീസ്പൂൺ അല്ലെ ഒരു 1.5 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് കുറച്ച് വേസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങല, അപ്പോൾ ഒരുപാട് കഴിക്കില്ല. ഇനി ഇതിലൂടെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കട്ട പൊടിച്ചെടുക്കാൻ പാടായിരിക്കും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇനി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വേവണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ പനങ്കൽക്കണ്ടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര 1 വയസ്സ് വരെ ഉപയോഗിക്കാനേ പാടില്ല. അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം പൊടിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് റാഗിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഏത് സ്റ്റാർട്ട് ചെയ്താലും അതൊരു 1 വീക്ക് കൊടുത്തതിന് ശേഷം മാത്രം പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അപ്പം ഇത് നിർത്തിയിട്ടല്ല നമ്മൾ അടുത്തത് കൊടുക്കേണ്ടത്. ഇതപ്പം നമുക്ക് വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം രാവിലെ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തണുത്ത് കിട്ടണം. ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് ടൈറ്റായി പോകരുത്. ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി നമുക്ക് എടുത്ത് വയ്ക്കണം. തിളപ്പിച്ചാർച്ച വെള്ളം കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുഞ്ഞിന് നോവോ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിന് കൊടുത്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കുറുക്കുണ്ടാക്കി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന. ബൈ. കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. വെള്ളം കൊടുക്കട്ടെ.